കുറച്ച് മുന്നേ ഞാൻ പറഞ്ഞല്ലോ ഇങ്ങനെ ഡ്രഗ്സ് അങ്ങനെയൊക്കെ തേടി പോകുന്ന ആൾക്കാർ, അങ്ങനെ ഞാൻ ആ ഒരു ടോപ്പിക്കിനെ റിലേറ്റ് ആയിട്ടുള്ള ഒരു കാര്യം പറയാം. ഞാൻ ഇപ്പോൾ അടുത്താണ് മനസ്സിലാക്കിയത്, നമ്മുടെ നാട്ടിൽ എന്തെങ്കിലും കേസിൽ ഓവർഡോസ് ആയിട്ട് നമ്മൾ ഹോസ്പിറ്റലിൽ കൊണ്ടുപോവാണെങ്കിൽ അവർക്ക് ഓവർഡോസാന്ന് മനസ്സിലായാലും അവർ നമ്മൾ അഡ്മിറ്റ് ചെയ്യില്ല അത്ര. കാരണം അത് പോലീസ് കേസ് വല്ലതോ ആകും എന്നൊക്കെ പറഞ്ഞിട്ട് ഇതിന്റെ പിന്നാലെ കുറെ കോംപ്ലിക്കേഷൻസ്, കുറെ പേപ്പർ വർക്കും കാര്യങ്ങളൊക്കെ ഉണ്ടായതുകൊണ്ട് ഇതാവില്ല അത്ര. അതുകൊണ്ട് വല്ല കാരണവശാലും ഓവർഡോസ് ആയാൽ നമ്മൾ അവരോട് ഓവർഡോസ് ആയതാന്ന് അറിയിക്കാൻ പാടില്ലല്ലോ, വേറെ എന്തോ പ്രശ്നമാണെന്നോ അല്ലെങ്കിൽ ഇങ്ങനെ സംഭവിച്ചു, എന്താ സംഭവിച്ചതെന്ന് അറിയില്ല എന്നൊക്കെ പറഞ്ഞിട്ടേ കൊടുക്കാൻ പാടുള്ളൂല്ലോ. അതാണോലോ ബുദ്ധി. ബട്ട് അറ്റ് ദ സെയിം ടൈം ഞാൻ ഡ്രഗ്സിനെതിരാണ്. ഞാൻ ഒരിക്കലും ഡോണ്ട് ഡു ഡ്രഗ്സ്, നെവർ ഈവൻ ട്രൈ, ഡോണ്ട് ഈവൻ ഗോ അറൗണ്ട് ഇറ്റ് എന്നൊക്കെയാണ് ഞാൻ പ്രീച്ച് ചെയ്യുന്നത്. ബട്ട് ജസ്റ്റ് ഇൻ കേസ് അങ്ങനത്തെ എന്തെങ്കിലും സിറ്റുവേഷൻ വന്നാൽ നിങ്ങൾക്ക് ഹാൻഡിൽ ചെയ്യാനുള്ള ഒരു രീതി ഞാൻ പറഞ്ഞു തരാമെന്നുള്ളൂ. എങ്ങനെ ഹാൻഡിൽ ചെയ്യാം? അതായത് നമ്മൾ ഓവർഡോസ് ആണെന്ന് അവരെ അറിയിക്കാൻ പാടില്ല അത്ര. പക്ഷെ അവർ കാരണം എന്റെ കാക്കാന്റെ സഹീന്റെ കോളേജിൽ പഠിച്ചിരുന്ന ഒരു പയ്യൻ ഇതേപോലെ ഓവർഡോസ് ആയി മരിച്ചിരുന്ന അത്ര. അപ്പൊ സഹീൻ അത് ഫുള്ള് നേരിട്ട് കണ്ട. അപ്പൊ സഹീൻ എന്നൊക്കെ പറഞ്ഞു തന്നതാണ്. എൻ്റെ അമ്മോ, ഞാനും ഇതേപോലെ ഒരു ഇൻസിഡന്റ് കേട്ടിരുന്നു. അതായത് എൻ്റെ ഒരു ഫ്രണ്ടിന്റെ ഫ്രണ്ട് ഇതേപോലെ മഷ്റൂം എന്തോ ട്രൈ ചെയ്ത് ഭയങ്കര ട്രിപ്പിയായി വേറെന്തോ റിയാലിറ്റിയിലെത്തിയിട്ട് ചെങ്ങായി ബ്രിഡ്ജിന്റെ മുകളിൽ ചാടിയിട്ട് മരിച്ചു. ഞാൻ ആലോചിക്കാം ബ്രോ, എന്തല്ലേ. അതെ, സോ ഇങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഭയങ്കര റിസ്കിയാണ്. എന്താ സംഭവിക്കാൻ നമുക്കറിയില്ല. ദർ ഇസ് എ വെരി സ്മോൾ പോസിബിലിറ്റി ഓഫ് ഡെത്ത്. അപ്പം ട്രൈ ടു സ്റ്റേ അവേ. ലൈഫിൽ വേറെ കുറേ കാര്യങ്ങളുണ്ട് എൻജോയ് ചെയ്യാൻ.